Hello, Namaste. Welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് WinTrader ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്, അതുപോലെ പ്രോഫിറ്റിൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിൽ എങ്ങനെ വരാമെന്ന് ഈ ഒരു സിമ്പിൾ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഡയറക്റ്റായിട്ട് വന്ന് കാണുന്നവർക്ക് കാണാം, അല്ലെങ്കിൽ എന്നെ വിളിക്കുക 9061973737. താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതുപോലെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ട് ഓഫീസ് വന്നാലും ഇത് പഠിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2009 അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഈ കാണിക്കുന്നത് 8.1. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നിഫ്റ്റി. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് പോകണം. അപ്പം നമ്മൾ എപ്പോഴും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട അതിൻ്റെ മെയിൻ ചാർട്ടിനെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കോൾ എടുക്കണോ പുട്ട് എടുക്കണോ ഏത് സ്ട്രൈക്കിലെന്ന് നമ്മൾ അവിടെ നിന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 19,694. ഇതിനകത്ത് സോഫ്റ്റ് ഓൾറെഡി നമുക്കൊരു ഗ്രീൻ അപ്പാരോ എന്ന് വെച്ചാൽ ബൈസിക്കിൾ, അതായത് ബൈസിക്കിൾ നിഫ്റ്റിയിൽ ബൈ വരിക എന്ന് വെച്ചാൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈജോൾ ഇൻഡിക്കേഷൻ സോഫ്റ്റ് തരുവാണ്. അതുപോലെ റെഡ് ഡൗൺ ആരോ എന്ന് വെച്ചാൽ സെൽ സിഗ്നലാണ്, അതായത് പുട്ട് ഓപ്ഷൻ പോൾ ഇൻഡിക്കേഷൻ. അപ്പോൾ ഈ സോഫ്റ്റ് നമുക്ക് ഈ സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് എന്താ വെച്ചാൽ അത് കൺഫേം ആണെന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്കിലാണ് ആ മെയിൻ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് കൺഫർമേഷൻ വേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ബൈസിക്കിൾ വന്നു. അപ്പോൾ സോഫ്റ്റിനകത്ത് എഴുതി കാണിച്ചു ബൈ ആയിട്ട് ഈ റേറ്റ് എന്ന് കാണിച്ചു. അതുപോലെ ഏറ്റവും മേളിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നിഫ്റ്റിയിൽ ബൈ വന്നിരിക്കുന്ന 19,628. അതായത് സോഫ്റ്റ് ഇവിടെ ലെവൽ കാണിച്ചു വന്നു. ഈ ലെവലിലാണ് അണ്ടർലൈൻ അസറ്റിൽ നമുക്ക് ബൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്നാണ് അതിൻ്റെ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇൻ ദ മണി പോകാം, അറ്റ് ദ മണി പോകാം, ഔട്ട് ഓഫ് ദ മണി പോകാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 19,628 നമ്മളൊരു ഇൻ ദ മണി ട്രേഡ് ആണെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ ഈ സോഫ്റ്റ്വെയർ 19,628 താഴത്തുള്ള എല്ലാം ഇൻ ദ മണിയിലോട്ട് പോകും. അറ്റ് ദ മണി എപ്പോഴും മാർക്കറ്റ് റേറ്റ് ആണ്. അപ്പോൾ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ബൈങ്ങിൽ എപ്പോഴും കോൾ ഓപ്ഷൻ നമ്മൾ മാർക്കറ്റ് ബൈ ആണെങ്കിൽ മേളിലുള്ള മാർക്കറ്റ് റേറ്റ് മേളിലുള്ള എല്ലാം ഔട്ട് ഓഫ് ദ മണി പോലും. അപ്പോൾ നമുക്ക് 19,628 നിന്ന് ഇപ്പം നമുക്ക് ബൈസിക്കിൾ വന്ന് 19,628. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ഇൻ ദ മണി ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇൻ ദ മണി എടുക്കുന്നതായിരിക്കും നല്ലത്. ഡിപ്പെൻസ്, നമുക്ക് അറ്റ് ദ മണി വേണം എടുക്കാം. അത് ഡിപ്പെൻസ്, ക്ലയൻസിൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഇൻ ദ മണി ആണോ അല്ലെങ്കിൽ അറ്റ് ദ മണി ആണെങ്കിലും 19,628 നിന്ന് ഇനിയിപ്പോൾ വേണ്ടത് 19,500 ഒരു ഇൻ ദ മണി ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ആ ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോയത് ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്ത സെറ്റിങ്ങെല്ലാം നമ്മൾ ഫുൾ പറഞ്ഞു തരും. ഇതിൻ്റെ ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് 19,500 എടുത്ത്. അപ്പം നമുക്ക് മെയിൻ കൺഫർമേഷൻ വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് എന്ത് കാണിക്കണം? ഇവിടെ നമുക്ക് ബൈ സിഗ്നൽ കാണിക്കാവും. അതായത് ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കോൾ എടുത്താലും പൊട്ടെടുത്താലും ഓപ്ഷനിൽ നമുക്ക് ബൈ സിഗ്നൽ കാണിക്കാവുള്ളൂ. ഇനി ഇവിടെയാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്താ ഓൾറെഡി ബൈ സിഗ്നലുണ്ട്, ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ സിഗ്നലുണ്ട്. ഇനി ഇതിവിടെ കൺഫേം ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുന്നത് ബൈ സിഗ്നൽ വന്ന ശേഷം താഴത്തെ പ്രൈസ് ഇതുപോലെ ബൈസോണിലോട്ട് കൺവേർട്ടായി വരണം. പ്രൈസ് ഇൻ ബൈസൺ ആൻഡ് അതുപോലെ ഈ ബൈ സിഗ്നൽ താഴത്തൊരു ബാറുണ്ട്. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ കളറിലോട്ട് വരണം. ഈ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ എടുക്കാമെന്ന് അർത്ഥം. നമുക്ക് ആക്ച്വലി 19,500 ആ 181 ബൈ വന്നിരിക്കുന്നത് 151. അത് നമ്മൾ അതിൻ്റെ എക്സിറ്റ് ലെവലും സോഫ്റ്റ് കാണിച്ചു തരും. 166, 178, 193 ടാർഗറ്റ് സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ട്. ഇപ്പോൾ ഒരിക്കലും ഒരു ഫിക്സഡ് ടാർഗറ്റ് അല്ല. ചിലപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച്, ചിലപ്പോൾ മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ 15 ഫസ്റ്റ് ടാർഗറ്റ് ചിലപ്പോൾ 15 വരും, അത് 20, 30 വരെ ആകാം. അത് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ കൺഫേം സിഗ്നലാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി കേട്ടോ. ഈ 181 മാർക്കറ്റ് നിൽക്കുന്നത് 201 അല്ല. ആക്ച്വലി ഇത് കയറിയിരിക്കുന്ന വെച്ചാൽ 209 വരെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിഫ്റ്റിയോ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് നമുക്ക് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ മെയിൻ ചാർട്ടിൻ്റെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ നമ്മൾ ഓപ്ഷൻ എടുത്ത് വെച്ച് ഇപ്പം സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. പക്ഷേ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ റിസ്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് ബ്രേക്ക്, അതായത് ബൈസിക്കിളാണെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്ന ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കണ്ടോ ഇവിടുന്ന് ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് കയറാൻ തുടങ്ങിയത്. ആക്ച്വലി നമ്മൾ ആ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് ബൈസിക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു
പക്ഷേ എപ്പോഴാണ് നിഫ്റ്റിയിലെ ബ്രേക്കൗട്ട് വന്നാൽ അവിടെ നിന്നാണ് മാർക്കറ്റ് പ്രൈസ് കയറാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കിവിടെ ബൈസിക്കിൾ അതായത് ട്രെൻഡ് അപ്പാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് ആ കോൾ ഓപ്ഷൻ എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ മാത്രം നമ്മൾ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗണിൽ വരുന്ന സിഗ്നലിലും അതുപോലെ കണ്ടിന്യൂഷൻ മാർക്കറ്റിലൊക്കെയാണ് ഈ നമ്മൾ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. നോർമൽ ഒരു എൻട്രി വരുമ്പോൾ ഡയറക്റ്റ് ഒരു എൻട്രി വരുമ്പോഴത്തേക്കും വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിനകത്ത് കൺഫേം സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലോസ് ഒഴിവായി കിട്ടും. 100% നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് നോർമൽ ഒരു ചാർട്ട് നോക്കുന്നതിനേക്കാളും നമ്മൾ പ്രീമിയം ചാർട്ടും കൂടെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ലോസ് ഒഴിവായി കിട്ടും. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്ന നമ്മൾ കസ്റ്റമേഴ്സ് അയച്ചു തരുന്ന P&L ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 100% നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ നമുക്ക് നമുക്ക് 100% പറയാൻ പറ്റില്ല. ഒരു 80 to 90% നമുക്ക് ഗ്യാരണ്ടിയോട് പറയാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പറിൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.